എന്താ പരിപാടികളൊന്നും കാണാതെ പോവുകയാണോ? അല്ലെങ്കിൽ കുറെ നേരം സുഹൃത്തുക്കളും ബന്ധുക്കളുമായി സംസാരിച്ച് നിൽക്കാറുള്ളതാണല്ലോ. ഇന്ന് അവരെയൊന്നും കണ്ടില്ലേ? ഉവച്ചു, അവരെയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴാണ് ജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. എന്താ എന്തുപറ്റി മനസ്സിൽ സങ്കടം പോലെ? സാധാരണ പള്ളി പെരുന്നാൾ നിങ്ങൾ രണ്ടുപേരും നല്ല ആക്റ്റീവായിട്ടാണ് കാണാറുള്ളത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് പിന്നെ അച്ചോ, മോൻ അത് അച്ചോ, ഞങ്ങളുടെ ഇളയ മകൻ ജോസുട്ടി ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയത് അച്ഛൻ അറിയില്ലേ? അവരെന്താ പെരുന്നാളായിട്ട് വീട്ടിൽ വന്നില്ലേ? വന്നച്ചോ, പക്ഷേ എന്താ വല്ല കുഴപ്പവും? അവൻ നശിക്കുകയടച്ചു. ഒന്ന് തെളിച്ചു പറയും ഡേവിസേട്ടാ. അവൻ മയക്കുമരുന്നിന് അടിമയാണച്ചോ. അതെ അച്ചോ, അവൻ ആകെ മാറി. സത്യം പറഞ്ഞാൽ ഓരോ നിമിഷവും പേടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പത്രത്തിലും മറ്റും വരുന്ന ഇത്തരം ഓരോ വാർത്തകൾ കേട്ടിട്ട് ഒന്ന് കണ്ണെടുക്കാൻ തന്നെ പേടിയാവുക അച്ചോ. പിശാച് കൂടിയാ പിന്നെ അപ്പനാണോ അമ്മയാണോ എന്ന് വല്ല ചിന്തയുണ്ടോ? ഞങ്ങൾ ഇനി എന്ത് ചെയ്യും അച്ചോ? കേട്ടതനുസരിച്ച് ജോസൂട്ടി പിശാചിന്റെ തടവറയിലാണ്. വിഷമിക്കേണ്ട, പിശാചിനെ നേരിടാൻ മനുഷ്യർക്ക് സ്വന്തമായി കഴിവില്ല. അവയെ നേരിടാൻ മാലായുടെ സഹായം തന്നെ വേണം. നിങ്ങൾ മിഖായേൽ മാലായോട് പ്രാർത്ഥിക്കും, അവൻ നന്നായിക്കൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം ഡേവിസേട്ടാ. പ്രിയമുള്ളവരെ, ഒരു സങ്കട വാർത്ത അറിയിക്കുകയാണ്. കൈതാരൻ ഡേവിസ് ഏട്ടൻ്റെയും ത്രേസ്യ ചേട്ടത്തിയുടെയും മകൻ ജോസുട്ടി ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ICUവിലാണ്. എല്ലാവരും ജോസുട്ടിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രക്ഷകനും വഴികാട്ടിയുമായി ഞാനുണ്ടാവും. ഈ നാളം പോലെ കത്തിയാളുന്ന മിഴികൾ കൊണ്ട് സാത്താന്റെ ആധിപത്യത്തെ ഞാൻ ശാമ്പലാക്കും. ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ, രക്ഷയുടെ വാതിൽ, കർത്താവായ യേശു ക്രിസ്തു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ, ചരിത്രവിശുദ്ധിയുടെ പ്രതിമ, മുസരീസിന്റെ ഹൃദയവും